2026 കടക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് കലണ്ടർ നിറയെ T20 മത്സരങ്ങളാണ്. ലോകം മുഴുവൻ ഫ്രാഞ്ചൈസി ലീഗുകൾക്കും T20 ലോകകപ്പുകൾക്കും പിന്നാലെ പായുമ്പോൾ പഴയ പ്രതാപത്തിലായിരുന്ന ഏകദിന ക്രിക്കറ്റ് പതിയെ വിസ്മൃതിയിലേക്ക് മാറുന്നുണ്ടോ എന്ന ആശങ്ക ശക്തമാണ്. ഈ ആശങ്കയ്ക്ക് ഇപ്പോൾ ശബ്ദം നൽകിയിരിക്കുന്നത് മുൻ ഇന്ത്യൻ താരവും പ്രമുഖ കമന്റേറ്ററുമായ ഇർഫാൻ പഠാനാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ രണ്ട് ഇതിഹാസങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇപ്പോൾ ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നിട്ടും അവർക്ക് കളിക്കാൻ ആവശ്യത്തിന് മത്സരങ്ങൾ BCCI നൽകുന്നില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് സ്റ്റാർ സ്പോർട്സിലെ ചർച്ചയ്ക്കിടെ ഇർഫാൻ ഉന്നയിച്ചത്. 2027 ഏകദിന ലോകകപ്പ് ലക്ഷ്യമിടുന്ന ഇന്ത്യ തങ്ങളുടെ ഏറ്റവും വലിയ രണ്ട് ആയുധങ്ങളെ തുരുമ്പെടുക്കാൻ അനുവദിക്കുകയാണോ? ഇർഫാൻ പഠാന്റെ വാക്കുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് ഭരണാധികാരികൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. നിലവിലെ ഷെഡ്യൂൾ പരിശോധിച്ചാൽ ഇർഫാൻ പഠാന്റെ രോഷം ന്യായമാണെന്ന് കാണാം. ഓരോ T20 പരമ്പരയിലും 5 മത്സരങ്ങൾ ഉൾപ്പെടുത്തുന്ന BCCI ഏകദിന പരമ്പരകൾ വെറും 3 മത്സരങ്ങളിൽ ഒതുക്കുന്നു. ഇതിനെതിരെയാണ് പഠാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് 3 ഏകദിനങ്ങൾക്ക് പകരം 5 മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാത്തത്? പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ ത്രിരാഷ്ട്ര, ചതുരാഷ്ട്ര ഏകദിന പരമ്പരകൾ നമ്മൾ കളിക്കാതിരിക്കുന്നത് എന്തിനാണ്? എന്തുകൊണ്ട് BCCI അത് സംഘടിപ്പിക്കുന്നില്ല? ഇർഫാൻ ചോദിക്കുന്നു. T20 ഫോർമാറ്റിന് ലഭിക്കുന്ന അമിത പ്രാധാന്യം ഏകദിനത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിനെ ബാധിക്കുന്നുണ്ട്. കളിക്കാർക്ക് ഫോം കണ്ടെത്താനും താളം വീണ്ടെടുക്കാനും 3 മത്സരങ്ങൾ പലപ്പോഴും മതിയാകാതെ വരുന്നു. 5 മത്സരങ്ങളുള്ള പരമ്പരയാണെങ്കിൽ ആദ്യ 1-2 മത്സരങ്ങളിൽ പരാജയപ്പെട്ടാലും തിരിച്ചു വരാൻ അവസരമുണ്ട്. ഇർഫാൻ പഠാന്റെ വാദത്തിന് ബലം നൽകുന്ന ഏറ്റവും വലിയ ഘടകം രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും സാന്നിധ്യമാണ്. 2024 T20യിൽ നിന്നും കഴിഞ്ഞ വർഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഈ രണ്ട് ഇതിഹാസങ്ങളും ഇപ്പോൾ ഏകദിനത്തിൽ മാത്രമാണ് ഇന്ത്യക്കായി ജേഴ്സി അണിയുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരു ഫോർമാറ്റിൽ മാത്രമേ ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ കളിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഏകദിന ക്രിക്കറ്റിന്റെ പ്രാധാന്യം ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റുമാവില്ല. മഹാത്മാമാരായ ഈ രണ്ട് ക്രിക്കറ്റ്മാരുടെയും സാന്നിധ്യമാണ് ഇതിന് പിന്നിൽ, ഇർഫാൻ നിരീക്ഷിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആരാധകർ ഇവരുടെ ബാറ്റിംഗ് കാണാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ വർഷത്തിൽ വിരലിലെണ്ണാവുന്ന ഏകദിന പരമ്പരകൾ മാത്രം കളിക്കുമ്പോൾ ആരാധകർക്ക് ഇവരെ കാണാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. മാത്രമല്ല 2027 ലോകകപ്പ് വരെ ഇവരുടെ ഫോം നിലനിർത്താൻ തുടർച്ചയായ മത്സരങ്ങൾ അനിവാര്യമാണ്. വിരമിക്കലിന്റെ വക്കിലാണെന്ന് വിമർശകർ പറയുമ്പോഴും കണക്കുകൾ കൊണ്ട് മറുപടി നൽകുകയാണ് രോഹിത്തും കോഹ്ലിയും. മറ്റു ഫോർമാറ്റുകൾ ഉപേക്ഷിച്ചതോടെ പൂർണ്ണമായും ഏകദിനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. സമീപകാലത്തെ പ്രകടനങ്ങൾ തന്നെ ഇതിന് തെളിവാണ്. ദക്ഷിണാഫ്രിക്കയുമായി നടന്ന പരമ്പരയിൽ തകർപ്പൻ സെഞ്ചുറി നേടിയാണ് രോഹിത് ശർമ്മ വിമർശകരുടെ വായടപ്പിച്ചത്. മറുവശത്ത് ഓസ്ട്രേലിയക്കെതിരെ വിരാട് കോഹ്ലിയും വമ്പൻ റൺവേട്ട നടത്തി. അന്താരാഷ്ട്ര തലത്തിൽ മാത്രമല്ല ആഭ്യന്തര ക്രിക്കറ്റിലും ഇവർ വിസ്മയം തീർക്കുകയാണ്. വിജയ് ഹസാരെ ട്രോഫിയിൽ ഇരുവരെയും അവസാനമായി കണ്ടപ്പോൾ ഗ്യാലറി ഇളകി മറിഞ്ഞിരുന്നു. മുംബൈക്ക് വേണ്ടി കളിച്ച രോഹിത് ഒരു സെഞ്ചുറിയാണ് നേടിയതെങ്കിൽ ഡൽഹിക്ക് വേണ്ടി ഇറങ്ങിയ കോഹ്ലി ഒരു സെഞ്ചുറിയും 50യും അടിച്ചുകൂട്ടി. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരൊറ്റ കാര്യമാണ്: പ്രായം ഇവരുടെ പ്രതിഭയെ തൊട്ടു തീണ്ടിയിട്ടില്ല. 2027 ഏകദിന ലോകകപ്പാണ് ഇന്ത്യയുടെ അടുത്ത വലിയ ലക്ഷ്യം. ആ ലോകകപ്പോടെ കരിയർ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രോഹിത്തിനും കോഹ്ലിക്കും അതിനു മുന്നോടിയായി മികച്ച തയ്യാറെടുപ്പ് ആവശ്യമാണ്. ഏകദിന ലോകകപ്പിന് ഇനി ഒരുപാട് ദൂരമുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷേ നമ്മൾ രോഹിത്തിനെയും കോഹ്ലിയെയും കൂടുതൽ കാണുന്തോറും അവർ കളി തുടരണമെന്നും ഇന്ത്യയെ തുടർന്നു പ്രതിനിധീകരിക്കണമെന്നുമെല്ലാം ഞാൻ ചിന്തിക്കും, ഇർഫാൻ പറഞ്ഞു. വെറും 3 മത്സരങ്ങൾ കളിക്കുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കളത്തിലിറങ്ങുന്ന താരങ്ങൾക്ക് താളം കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കും. 5 മത്സരങ്ങളുടെ പരമ്പരയാണെങ്കിൽ ടീമിന് വിവിധ കോമ്പിനേഷനുകൾ പരീക്ഷിക്കാനും സീനിയർ താരങ്ങൾക്ക് ക്രീസിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും സാധിക്കും. ആഭ്യന്തര ക്രിക്കറ്റ് ഒരു മാതൃക. ഇന്ത്യക്കായി മത്സരങ്ങളില്ലാത്തപ്പോൾ രോഹിത്തും കോഹ്ലിയും ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നത് യുവതാരങ്ങൾക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. ഇന്ത്യക്കായി കളിക്കാതിരിക്കുമ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ തുടർന്നും കളിക്കണമെന്ന് ഞാൻ കരുതും. കാരണം കൂടുതൽ കളിച്ചാൽ അത് അവരെ കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുക, ഇർഫാൻ കൂട്ടിച്ചേർത്തു. വിജയ് ഹസാരെ ട്രോഫിയിൽ ഇവരുടെ സാന്നിധ്യം ടൂർണമെന്റിന്റെ തന്നെ സ്റ്റാറ്റസ് ഉയർത്തിയിരുന്നു. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ BCCI ഇവർക്കായി കൂടുതൽ മത്സരങ്ങൾ സംഘടിപ്പിക്കാത്തത് നിരാശാജനകമാണ്. ത്രിരാഷ്ട്ര പരമ്പരകളുടെ ആവശ്യം.
പണ്ട് കാലങ്ങളിൽ ഓസ്ട്രേലിയയിലും ഇന്ത്യയിലുമൊക്കെ നടന്നിരുന്ന ത്രിരാഷ്ട്ര പരമ്പരകൾ ഏകദിന ക്രിക്കറ്റിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. അത്തരം ടൂർണമെന്റുകൾ തിരിച്ചു കൊണ്ടുവരാൻ BCCI തയ്യാറാകണമെന്നാണ് പടാന്റെ ആവശ്യം. അത് കളിക്കാർക്ക് മാത്രമല്ല, കാണികൾക്കും വലിയ വിരുന്നാകും. T20യുടെ അതിവേഗത്തിൽ നിന്ന് മാറി തന്ത്രപരമായ ക്രിക്കറ്റ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ത്രിരാഷ്ട്ര പരമ്പരകൾ ആശ്വാസമാകും. ഇർഫാൻ പഠാന്റെ ചോദ്യങ്ങൾ BCCIക്ക് അവഗണിക്കാനാവില്ല. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എന്ന രണ്ട് ഇതിഹാസങ്ങൾ അവരുടെ കരിയറിന്റെ സായാഹ്നത്തിലാണ്. അവരെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നത് ക്രിക്കറ്റ് ബോർഡിന്റെ കടമയാണ്. 2027 ലോകകപ്പിൽ ഇന്ത്യ കിരീടമുയർത്തണമെങ്കിൽ ഈ താരങ്ങൾക്ക് ആവശ്യത്തിന് ഗെയിം ടൈം ലഭിച്ചേ തീരൂ. 3 മത്സരങ്ങളുടെ പരമ്പരകൾ അവസാനിപ്പിച്ച് 5 മത്സരങ്ങളുടെ പരമ്പരകളിലേക്കും ത്രിരാഷ്ട്ര ടൂർണമെന്റുകളിലേക്കും BCCI മടങ്ങുമോ? അതോ T20യുടെ പണക്കൊഴുപ്പിൽ ഏകദിനം ഇനിയും അവഗണിക്കപ്പെടുമോ? കാത്തിരുന്ന് കാണാം.